പതിവ് പോലെ ഇന്നും നെട്ടൂരിലെ പെയിന്റ് ഗോഡൌണിൽ ജോലിക്കെത്തി ഓണം ബമ്പർ ഭാഗ്യശാലി ശരത്ത്. ജോലിസ്ഥലത്തെ സഹപ്രവർത്തകരോടൊപ്പം ശരത്ത് സന്തോഷം പങ്കുവച്ചു. ഭാവി പരിപാടികൾ കുടുംബവും സുഹൃത്തുക്കളുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നും ശരത്ത് പറഞ്ഞു. 25 കോടിയുടെ ഓണം ബമ്പർ ഭാഗ്യശാലിയെ തിരിച്ചറിഞ്ഞത് ഇന്നലെയായിരുന്നു. ഭാഗ്യശാലിയായിട്ടുള്ള തുറവൂർ സ്വദേശി ശരത്ത് ഓണം ബമ്പർ അടിച്ചതിൻ്റെ പിറ്റേ ദിവസവും പതിവ് പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നെട്ടൂരിലെ പെയിൻറ്റ് ഗോഡൗണിൽ പതിവ് പോലെ തന്നെ ജോലിക്ക് വേണ്ടി എത്തിയിരിക്കുകയാണ്. ശരത്തേട്ട, ഏതായാലും ആശംസകൾ. സാധാരണ രീതിയിലെ പോലെ തന്നെ ഇന്നും എത്തിയിരിക്കുകയാണല്ലേ? എങ്ങനെയാണ് ഇന്നത്തെ ദിവസം? സഹപ്രവർത്തകരോടൊപ്പം എന്തെങ്കിലും ആഘോഷങ്ങളോ അങ്ങനെ എന്തെങ്കിലും? ഞങ്ങൾക്ക് മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചെറിയ രീതിക്കുള്ള എന്തെങ്കിലും ഒരു ആഘോഷം പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സഹപ്രവർത്തകരോടൊക്കെ പറഞ്ഞിരുന്നോ താനാണ് ഭാഗ്യശാലി എന്നുള്ള കാര്യം? അത് കറക്റ്റ് ഒരു കൺഫർമേഷൻ ഇല്ലാത്തതുകൊണ്ട് ബാങ്കിലൊക്കെ കൊടുത്തതിന് ശേഷം പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരും ഒരു ഞെട്ടലോടുകൂടി ആയിരിക്കും. എല്ലാവർക്കും ഒരു വളരെ ഹാപ്പി ആയിട്ട് പോകുന്നു. എങ്ങനെയാണ് ഈ നേരത്തെ ലോട്ടറി എടുത്ത രതീഷ് ചേട്ടനെയും കണ്ടിരുന്നോ? കണ്ടിരുന്നു. ഞാൻ വന്ന വഴിക്ക് ചേട്ടനെ കണ്ടിട്ട് അങ്ങോട്ട് പോകുന്നു. എങ്ങനെയാണ് ഇനിയൊരു ബാക്കി പരിപാടികൾ? ഇപ്പോൾ ഒരു വലിയ ബമ്പർ അടിച്ചിരിക്കുകയാണ്. അടിച്ചതിന് ശേഷം അതിൻ്റെ ടാക്സ് കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം എങ്ങനെയാണ് പ്ലാൻ ചെയ്ത് നോക്കിയിട്ട് നല്ലൊരു കൺസൾട്ടൻ്റായിട്ട് സംസാരിച്ചതിന് ശേഷം ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ്. ചേട്ടൻ എങ്ങനെയായിരുന്നു പതിവായിട്ട് ഈ കടയിൽ നിന്ന് ലോട്ടറി എടുക്കാറുണ്ടായിരുന്നു? ഞാൻ ഫസ്റ്റ് ടൈമാണ് ബമ്പറൊക്കെ എടുക്കുന്നത്. ഫസ്റ്റ് ടൈമാണ്. ആ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് വാങ്ങണമെന്ന് തന്നെ ഞാൻ ആദ്യമായിട്ട് വാങ്ങുന്നത്. അതെ. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഇവിടെ സെലിബ്രേഷനൊക്കെ നടന്നിരുന്നല്ലോ, ആ സമയത്തൊക്കെ ചേട്ടനാണ് ഭാഗ്യവാൻ എന്നുള്ള കാര്യം അറിഞ്ഞിട്ടും മിണ്ടാതെ ഇങ്ങനെ? എൻ്റെ ഈ സീരിയൽ നമ്പറിലൊക്കെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അത് കൺഫ്യൂഷൻ ഉണ്ടാക്കുമല്ലോ. അത് കാരണം ഞാൻ പിന്നെ അങ്ങനെ പറയാഞ്ഞതാണ്. വേറെ കാര്യങ്ങളൊന്നും. ഓക്കെ, ഏതായാലും വളരെയധികം സന്തോഷം. ഇനി എങ്ങനെയാണ് മറ്റ് കാര്യങ്ങൾ അടുത്ത ദിവസങ്ങൾ പ്ലാൻ ചെയ്യുന്നേ ഉള്ളൂ? ഓരോ കാര്യങ്ങൾ ആലോചിച്ച്, കുടുംബമായിട്ട് ആലോചിച്ച്, നല്ല സുഹൃത്തുക്കളുണ്ട്, അവരൊക്കെ ആയിട്ട് ആലോചിച്ച് പ്രശ്നങ്ങൾ വരാത്ത രീതിയിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയതിന് ശേഷം ചെയ്യും. ഈ ജോലി എങ്ങനെ ഇനിയും തുടരും? ജോലി കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. ഏതായാലും ആശംസകൾ, വളരെയധികം നന്ദി. ഏതായാലും നേരത്തെ ഈ ഒരു ഭാഗ്യശാലിയായ ഓണം ബമ്പർ അടിച്ച ശരത്താണ് നമ്മളോട് പ്രതികരിച്ചത്. അദ്ദേഹം പതിവ് പോലെ തന്നെ നെട്ടൂരിലുള്ള ഗോഡൗണിലേക്ക് ഇന്നും ജോലിക്ക് വേണ്ടി എത്തിയിരിക്കുകയാണ്. ഈ ജോലി അദ്ദേഹം തുടരും എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓണം ബമ്പർ അടിച്ചാലും ഏതായാലും തൻ്റെ ഇത്ര നാളും ചെയ്തിരുന്ന ആ ജോലി ഇനിയും തുടരും എന്നുള്ളൊരു കാര്യം. ഒപ്പം തന്നെ ഇന്ന് ഏതായാലും സഹപ്രവർത്തകരോടൊപ്പം അദ്ദേഹത്തിൻ്റെ ആ സന്തോഷം കൂടി പങ്കുവെക്കുന്നുണ്ട്. ക്യാമറമാൻ ബിനു ഈശ്വരമംഗലത്തിനൊപ്പം കിരൺ കുമാർ, അമൃത ന്യൂസ്, കൊച്ചി.